ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദീഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയത് സാക്ഷികളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തി. 2016 ജനുവരി 28 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിന് മുറിയിലായിരുന്നു പീഡനം. സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനായി എത്തിയ നടിയെ സിദ്ദീഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സിദ്ദീഖ് ഹോട്ടലിലേക്ക് എത്തിയതിനും നടി വന്നതിനും ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. അത് ശരി, 2016 കേസ് ഈ സമയത്ത് കൊണ്ടുപോയി എന്ത് കാര്യം? നടൻ സിദ്ദീഖ് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വിളിച്ചു. സംഭവം ശരിയാ. 2016 അതും ശരിയാ. 2020 വന്നില്ല, 21 വന്നില്ല, 22 വന്നില്ല, 23 വന്നില്ല, 24 ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ കേസ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് കൊണ്ടുവരണ്ടേ? ആ സമയത്ത് കൊണ്ടുവരുന്നത് അല്ല. ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് ചാൻസ് കിട്ടും, നാളെ ചാൻസ് കിട്ടും, മറ്റന്നാൾ ചാൻസ് കിട്ടും എന്ന് വെച്ച് ഇങ്ങനെ തള്ളിപ്പോയതാണോ? അല്ല, സിദ്ദീഖിനെ പറ്റിച്ച് ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഈ 2014 ലാസ്റ്റാണ് ഈ കേസ് വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇതുവരെ എന്താ ലേറ്റ് ആക്കിയത്? ഇതുവരെ എന്താ കേസ് കൊണ്ടുവരാത്തത്? ഈ അവസാന നിമിഷത്തിൽ എന്താ കൊണ്ടുവരുന്നത്? ഇത് ഒന്നും കൂടി അന്വേഷിക്കണം. ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചെയ്ത ആൾക്കാർക്ക് ബലാത്സംഗത്തിൽ പോയി പെട്ടു എന്നൊരു പെണ്ണിന് ഇതുവരെ കംപ്ലൈന്റ് കൊടുക്കാത്തത് ഈ അവസാന നിമിഷത്തിലാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. സമയത്ത് കൊടുക്കണം, സമയത്ത്. ഓക്കെ.